സർവശുദ്ധർക്കേകും ദേവേശ ശുദ്ധൻ നീ. വീര്യർക്കായി ബലമേകും ബലവാനേ ശുദ്ധൻ നീ. ശുദ്ധകമലത നൽകും അമരണവാനേ ശുദ്ധൻ നീ. ഞങ്ങൾക്കായി ക്രൂശിച്ചോനേ കൃപ ചെയ്തിടണമേ. ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. എന്നാൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുമെങ്കിലോ നിങ്ങൾ ചോദിപ്പാൻ ആഗ്രഹിക്കുന്നത് സർവവും നിങ്ങൾക്ക് ലഭിക്കും. ദൈവ മനുഷ്യ ബന്ധത്തെ കൂടുതൽ വെളിച്ചത്തിലാക്കി തരുന്ന ഒരു വചനഭാഗമാണ് നാം വായിച്ച് കേട്ടത്. ബന്ധത്തിൻ്റെ ആഴത്തെയാണ് നിങ്ങൾ എന്നിൽ വസിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നത്. നിരവധി ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടിട്ടുണ്ട്. പലപ്പോഴും ദൃഢതയുള്ളതും സ്ഥിരതയാർന്നതും ആത്മാർത്ഥതയുള്ളതും സ്നേഹത്തിൽ ചാലിച്ചെടുത്തുമായ ബന്ധങ്ങൾ പലപ്പോഴും തുലവും വിരളം കാണുന്ന ഒന്നായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ഈ തിരുവചനം ഏറെ ആഴത്തിൽ സ്വാധീനിക്കപ്പെടേണ്ടതാണ്. ഒരുവനിൽ നാം വസിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഞാൻ അത്രമാത്രം സ്വാധീനം ചെലുത്തുമ്പോഴാണ് മറ്റൊരുവൻ്റെ ഹൃദയത്തിൽ മറ്റൊരുവനിൽ നമുക്ക് വസിക്കുവാനായിട്ട് സാധിക്കുക. എനിക്ക് ക്രിസ്തുവിൽ സ്വാധീനം ചെലുത്തുവാൻ തക്കവണ്ണം എൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ക്രോഡീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പുനഃപരിശോധനയ്ക്ക് വെക്കേണ്ടത് ആവശ്യമാണ്. ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഞാൻ നിറയപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ പ്രവർത്തനങ്ങളെ ദൈവമേ നീ ക്രമീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമത്, എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുന്നു എന്നാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. വചനം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ആ വചനം തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കണം. ഫലം പുറപ്പെടുവിക്കുന്ന വചനമാണ് ക്രിസ്തു നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. എന്നാൽ നാം ഫലം പുറപ്പെടുവിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. വചനം നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ രൂപാന്തരപ്പെടുകയും നമ്മുടെ തീരുമാനങ്ങൾ ശക്തീകരിക്കപ്പെടുകയും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്നതുമായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. മൂന്നാമതായി, ഉറപ്പ് ലഭിക്കുകയാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് ലഭിക്കും. പ്രാർത്ഥനയിൽ എന്ത് നമുക്ക് യാചിക്കണമെന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ സ്വാർത്ഥതയോടെ അല്ലാതെ ദൈവഹിതത്തോടെ നാം പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ദൈവഹിതം അറിഞ്ഞ് നാം യാചിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയുടെ ഫലം നാം അനുഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകൾ ഇഷ്ടങ്ങളുടെ കുറേ പട്ടികകളായി മാറ്റപ്പെടുവാൻ ഇടവരാതെ ദൈവഹിതത്തിൻ്റെ പ്രതിഫലനമായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വീണ്ടും ആ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് സർവവും നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ചോദിക്കുന്നതല്ല,
നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലും നിങ്ങൾക്ക് ലഭ്യമാകും. ഉറപ്പ് ഉള്ള ഒരു വാഗ്ദാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. നമ്മൾ ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതിലും നല്ലതായി, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉത്തമമായ രീതിയിൽ നമുക്ക് അത് നൽകുവാൻ തക്കവണ്ണം കർത്താവ് തീർച്ചയായിട്ടും നമ്മോട് ഉറപ്പ് നൽകുമ്പോൾ അവൻ്റെ ഉറപ്പിൽ നമുക്ക് അഭയപ്പെടാം. നമുക്ക് ഈ വചനഭാഗം നൽകുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ക്രിസ്തു വസിക്കുന്ന ഒരു ജീവിതമായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം, വചനം ആധാരമാക്കി ജീവിക്കുന്ന ഒരു ജീവിതമാക്കി മാറ്റപ്പെടുവാൻ തക്കവണ്ണം, നമ്മുടെ പ്രാർത്ഥനകൾ അത് സ്വാതന്ത്ര്യത്തോടെ ആണ് എങ്കിലും ദൈവഹിതത്തിൽ നിറഞ്ഞു നിന്നായിരിക്കാൻ തക്കവണ്ണം, ഒപ്പം ദൈവത്തിൻ്റെ ആ ഉറപ്പുള്ള വാഗ്ദാനം തീർച്ചയായിട്ടും എന്നിൽ നിറവേറ്റപ്പെടും എന്നുള്ളതായ വലിയ പ്രതീക്ഷയോടും സമർപ്പണത്തോടും നമുക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ സാധിക്കണം. അതിലൂടെ പുതുവർഷം നമുക്ക് അനുഗ്രഹമായി മാറും. ഈ വർഷത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പരിലസിക്കുവാൻ തക്കവണ്ണം ഇടയാക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.